Welcome to Plus One Exam Package, Part 19. One-dimensional motion. First question. Two motorcyclists left the place A simultaneously and reached the place B in 2 hours. 2 മണിക്കൂർ കൊണ്ട് എയിൽ നിന്ന് ബിയിലെത്തി. The first man travelled half of the distance at 30 km per hour, 30, and the other half at 45 km per hour. The second man covered the entire distance with a constant acceleration. Find the distance AB and the time at which both of them have the same velocity. That is the question. അതായത് രണ്ട് മോട്ടോർ സൈക്ലിസ്റ്റുകാർ എയിൽ നിന്ന് പുറപ്പെട്ടു ബിയിലെത്തി. 2 മണിക്കൂർ രണ്ടുപേരും ഒന്നിച്ചാണ് പുറപ്പെട്ടത്. ഒരു സമയത്ത് അവിടെ എത്തിച്ചേർന്നു 2 മണിക്കൂർ കൊണ്ട്. അതിലാദ്യത്തെ ആൾ പകുതി ദൂരം 30 km per hour സ്പീഡിലും അടുത്ത പകുതി 45 km സ്പീഡ് അവറിലുമാണ് ഓടിച്ചത്. രണ്ടാമത്തെ ആൾ ത്രൂ ഔട്ട് ഒരു കോൺസ്റ്റൻ്റ് ആക്സിലറേഷനിലാണ് ബൈക്ക് ഓടിച്ചത്. എങ്കിൽ മൊത്തം ദൂരം എത്ര? ഇവരുടെ രണ്ടുപേരുടെ സ്പീഡ് എപ്പോഴാണ് സെയിം ആയത്? ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം ആവറേജ് സ്പീഡ്, ആദ്യത്തെ ആളിൻ്റെ ആവറേജ് സ്പീഡ് കാണാമല്ലോ. ഫസ്റ്റ് ഹാഫ് V1 സ്പീഡിലും സെക്കൻഡ് ഹാഫ് V2 സ്പീഡിലും ഒരു വസ്തു ചലിച്ചാൽ ആവറേജ് സ്പീഡ് ഈസ് 2v1 v2 by v1 plus v2. That is 2 into 30 into 45 by 30 plus 45. Answer is 36 km per hour. ഇത് തന്നെ ആയിരിക്കണമല്ലോ രണ്ടാമൻ്റെയും ആവറേജ് വെലോസിറ്റി. രണ്ടുപേരും ഒരു സമയത്ത് അങ്ങ് എത്തിയില്ലേ? അപ്പോൾ രണ്ടുപേരുടെ ആവറേജ് വെലോസിറ്റി ഈ 36 km per hour തന്നെയാണ്. ടോട്ടൽ ഡിസ്റ്റൻസ് അപ്പോൾ കാണാം. ആവറേജ് വെലോസിറ്റി AB, ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം 36 into 2 hour, 72 km ആണ് ടോട്ടൽ ഡിസ്റ്റൻസ്. ഇനി രണ്ടുപേരും റെസ്റ്റ് ചെയ്യുന്ന സ്റ്റാർട്ട് ചെയ്തു എന്ന് അങ്ങോട്ട് വിചാരിക്കുക. അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ ആളിൻ്റെ കേസിലോട്ട് പോകാം. S equals ut plus half at². u0 എന്നെടുത്തു കഴിഞ്ഞാൽ S equals half at². അവിടെ നിന്ന് T കാണാം. A equals A കാണാം ആദ്യം 2s by t². That is 2 into S is 72 by T is 2 hour, but 4. 2 into 72 by 4, that is 36 km per hour square. അതാണ് ആക്സിലറേഷൻ. ഇനിയും രണ്ടാമത്തെ ആളിൻ്റെ വെലോസിറ്റി കാണാം. V equals u plus at. u0 അപ്പോൾ V equals at. ആദ്യത്തെ ആൾ 2 സ്പീഡിലാണ് ഓടിയിരിക്കുന്നത്, 30ലും 45ലും. അപ്പോൾ രണ്ടാമന് ഈ 30ഉം 45ഉം എപ്പോഴൊക്കെ എത്തുമെന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ രണ്ടാമത്തെ ആളിൻ്റെ വെലോസിറ്റി 30 ആകുന്ന എടുത്തു കഴിഞ്ഞാൽ V equals A ഇൻറ്റു A 36 എന്ന് ഇപ്പോൾ കിട്ടി. 36 km per hour square ഇൻറ്റു T1. അവിടെ നിന്ന് T1 കിട്ടും. T1 equals 30 by 36. That is 5 by 6 hour. ആദ്യത്തെ ആൾ 2 സ്പീഡിലേ ഓടിയിട്ടുള്ളൂ, 30ലും 45ലും. അപ്പോൾ രണ്ടുപേരുടെ സ്പീഡ് എപ്പോഴും ഈക്വൽ ആകുന്നതാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ടാമൻ്റെ സ്പീഡ് ആദ്യത്തവൻ്റെ തുല്യമാകുക എന്ന് പറയുമ്പോൾ ഒന്നുകിൽ 30 ആകും അല്ലെങ്കിൽ 45 ആകും. ഇത് രണ്ടും ആകുക. അതിനുള്ള സമയം കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ആദ്യം നമ്മൾ V30 എടുത്തു, അതിൻ്റെ ടൈം കിട്ടി. ഇനി രണ്ടാമത് 45 എടുക്കണം. വിക്ക് വരും 45 ഈക്വൽസ് 80, 36 into T2. അവിടെ നിന്ന് T2 കിട്ടും 45 by 36. It is 5 by 4 hour. That is the answer. അടുത്ത ചോദ്യം. A perfectly elastic ball
drops freely from a height h onto a rigid floor. Show graphically the position and velocity. Show graphically variations of position and velocity with time. Neglect duration of collision. പൊസിഷൻ ടൈം ഗ്രാഫ്. ഒരു ഇലാസ്റ്റിക് ബോള് ഒരു റിജിഡ് ഫ്ലോറിലോട്ട് ഡ്രോപ്പ് ചെയ്യുന്നു ഫ്രം എ ഹൈറ്റ് എച്ച്. ടൈം ഓഫ് കൊളിഷൻ, ഫ്ലോറിൽ വന്നിടിച്ച് തിരിച്ചു പോകുന്ന അതിനിടയ്ക്കുള്ള സമയം നിഗ്ലക്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പൊസിഷൻ ടൈം ഗ്രാഫും വെലോസിറ്റി ടൈം ഗ്രാഫും വരയ്ക്കാനാണ് ചോദ്യം. ഇതാണ് പൊസിഷൻ ടൈം ഗ്രാഫ്. നോക്കിയാൽ മുകളിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുമ്പോൾ എസ് ഈക്വൽസ് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇവിടെ യു സീറോയാണ്, ഡ്രോപ്പ് ചെയ്യുക, എ ജിയാണ്. അപ്പോൾ എസ് ഈക്വൽസ് ഹാഫ് ജി ടി സ്ക്വയർ. എസ്സും ടി സ്ക്വയറും കൂടെ വരുന്നതുകൊണ്ട് പരാബോളയുടെ ഇക്വേഷനാണ്. പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നമ്മൾ. എച്ച് ഹൈറ്റിൽ നിന്നാണ് ഇടുന്നത്. അപ്പോൾ ടി എക്സ് ആക്സിസ് ഹൊറിസോണ്ടൽ ആക്സിസും വെർട്ടിക്കൽ ആക്സിസിൽ എസ്സും. ടി സീറോ ആയിരിക്കുമ്പോൾ എച്ച് ഹൈറ്റിലാണ്. അപ്പോൾ ഇത് എച്ച്. എന്നിട്ട് പരാബോള എച്ച് കുറഞ്ഞ് എസ് കുറഞ്ഞ് ഗ്രൗണ്ടിലെത്തി. അവിടുന്ന് റീബൗണ്ട് ചെയ്ത് സെയിം ഹൈറ്റിലേക്ക് വരും. ഇലാസ്റ്റിക് കൊളിഷനാണ്, എനർജി നഷ്ടമൊന്നുമില്ല. അപ്പോൾ പഴയ ഹൈറ്റ് എച്ചിലേക്ക് പോകും, പിന്നെയും താഴെ വരും, പിന്നെയും പോകും. അപ്പോൾ ഇതിങ്ങനെ റിപ്പീറ്റഡ് പരാബോളയാണ്. ഒരേ ഹൈറ്റ് ഉള്ള പരാബോളകളാണ് വരയ്ക്കേണ്ടത്. കാരണം എഫ് ഈക്വൽസ് ഹാഫ് ജി ടി സ്ക്വയർ ആണ് ഇവിടുത്തെ ഇക്വേഷൻ. ഇവിടുത്തെ ഇക്വേഷൻ പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുമ്പോൾ, വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറയുമ്പോൾ വി ഈക്വൽസ് യു പ്ലസ് എ ടി. ഫ്രീ ആയിട്ട് ഡ്രോപ്പ് ചെയ്യുമ്പോൾ യു സീറോയാണ്. അപ്പോൾ വി ഈക്വൽസ് എക്ക് വരും ജി ടി. വിയും ടിയും ഫസ്റ്റ് പവറാണ്. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫാണ് വരേണ്ടത്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഹയസ്റ്റ് പോയിൻ്റ് വെച്ച്, ഹയസ്റ്റ് പോയിൻ്റ് ഒറിജിനായിട്ട് അങ്ങ് എടുത്തോണം. അപ്പോൾ വെലോസിറ്റി സീറോയാണ്. ടി കൂടുന്നതിനനുസരിച്ച് ലീനിയറായിട്ട് കൂടും. ഡൗൺവേർഡ് ഡയറക്ഷനിലായതുകൊണ്ട് നമ്മൾ ഈ സെഗ്മെൻറ്റ് ഈ ക്വാഡ്രൻറ്റ് വരയ്ക്കുന്നു. താഴോട്ട് വെലോസിറ്റി താഴോട്ട് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നുണ്ട്. നെഗറ്റീവ് എന്നങ്ങ് എടുക്കുന്നു. അത് സ്ട്രെയിറ്റ് ലൈനിൽ കൂടി ഗ്രൗണ്ടിൽ ഫ്ലോറിലെത്തുമ്പോൾ മാക്സിമം ആകും. അവിടുന്ന് റീബൗണ്ട് ചെയ്യും അതേ വെലോസിറ്റിയിൽ. റീബൗണ്ട് ചെയ്ത് കഴിയുമ്പോൾ വെലോസിറ്റി അപ്വേർഡാകും. അപ്പോൾ പെട്ടെന്ന് ഈ ഡൗൺവേർഡ് മാക്സിമം വെലോസിറ്റി അപ്വേർഡായിട്ട് മാറുക കൊളിഷൻ കഴിയുന്ന ഉടനെ. എന്നിട്ട് മുകളിലേക്ക് പോവുക. മുകളിലോട്ട് പോകും തോറും വെലോസിറ്റി കുറഞ്ഞ് ഹയസ്റ്റ് പോയിൻ്റ് ചെല്ലുമ്പോൾ വെലോസിറ്റി അങ്ങ് സീറോ ആകും. പിന്നെ ഇത് താഴോട്ട് വീഴുക. അപ്പോൾ ഇത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും. സ്ട്രെയിറ്റ് ലൈൻ, വെർട്ടിക്കൽ ലൈൻ. കാരണം ഈ ടൈം ഓഫ് കൊളിഷൻ നിഗ്ലക്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടി ഇവിടെ മാറ്റം എടുക്കണ്ട. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യും സ്ട്രെയിറ്റ് ലൈൻസ്. ഓക്കെ, ഇതാണ് പൊസിഷൻ ടൈം ഗ്രാഫ്. അടുത്ത ചോദ്യം. 2 balls A and B are thrown simultaneously from the top of a tower. A upwards with velocity 20 meters per second and B downwards with the same velocity. Find their velocity relative to each other. After 1 second, take G equals 10 meters per second square. നമുക്കറിയാം ടവറിൻ്റെ മുകളിൽ നിന്ന് എയും ബിയും കൂടെ ഒരേ സമയത്ത് എറിയുന്നു. എ മുകളിലോട്ടാണ് എറിയുന്നത് വിത്ത് വെലോസിറ്റി 20 meters per second. അപ്പോൾ അതിൻ്റെ വെലോസിറ്റിക്കുള്ള ഇക്വേഷൻ വി ഈക്വൽസ് യു പ്ലസ് എ ടി. അപ്പോൾ എ അവിടെ മൈനസ് ജി എന്ന് എടുക്കണം. യു മുകളിലോട്ടല്ലേ. അപ്പോൾ വി ഈക്വൽസ് യു മൈനസ് ജി ടി. അപ്പോൾ എയുടെ വെലോസിറ്റി v1 after 1 second equals u minus gt. 20 minus g10 into t is 1. അപ്പോൾ 10 meters per second അപ്വേർഡാണ്. 1 സെക്കൻഡ് കഴിയുമ്പോൾ എയുടെ വെലോസിറ്റി.
ബിയുടെ വെലോസിറ്റി ബി താഴോട്ടാണ് അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ യു പ്ലസ് ജി ടി എന്ന് എടുക്കണം. 20 + 10 × 1, ദറ്റ് ഈസ് 30 m/s ഡൗൺവേർഡ്. എങ്കിൽ ഇവർ തമ്മിലുള്ള റിലേറ്റീവ് വെലോസിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അത് രണ്ട് ആൻസർ ആവാം. 1 സെക്കൻഡ് കഴിയുമ്പോൾ എ മുകളിലോട്ട് പോകുന്നു വിത്ത് വെലോസിറ്റി 10, ബി താഴോട്ട് പോകുന്നു വിത്ത് വെലോസിറ്റി 30. നമുക്ക് വെലോസിറ്റി ഓഫ് ബി റിലേറ്റീവ് ടു എ കാണേണ്ടതെങ്കിൽ എ പിടിച്ചു നിർത്തണം വെർച്വലായിട്ട്. അപ്പോൾ അപ്വേഡ് 10 ഉള്ള ഒരു ഡൗൺവേഡ് 10 കൂടി ഇതിന് കൊടുക്കുക. അപ്പോൾ ഇത് 0 ആകും, വെർച്വൽ റെസ്റ്റിലായി. അതേ ഈ 10 ഇതിനും കൊടുക്കുക. അപ്പോൾ 30 + 10 40. അപ്പോൾ വെലോസിറ്റി ഓഫ് ബി റിലേറ്റീവ് ടു എ എന്ന് പറഞ്ഞാൽ 40 m/s ഡൗൺവേർഡ് എന്ന് വരും. തിരിച്ചെടുക്കാം. വെലോസിറ്റി ഓഫ് എ റിലേറ്റീവ് ടു ബി എന്ന് പറയുമ്പോൾ ഇത് റെസ്റ്റിൽ കൊണ്ടുവരണം. ഇത് താഴോട്ട് 30 ഉണ്ടായിരുന്നു, മുകളിലോട്ട് ഒരു 30 കൊടുക്കുക. ആ 30 ഇതിനും കൊടുക്കണം. അപ്പോൾ ഇതിന് 10 നേരത്തെ ഉണ്ട്. 10 + 30 40. അപ്പോൾ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി എന്ന് പറഞ്ഞാൽ 40 m/s അപ്വേർഡ്. അപ്പോൾ ആൻസർ എഴുതുമ്പോൾ നിങ്ങൾ വെലോസിറ്റി റിലേറ്റീവ് വെലോസിറ്റീസ് വെലോസിറ്റി 1 of 1 with അല്ലെ വെലോസിറ്റി ഓഫ് 1 വെലോസിറ്റി ഓഫ് ഈച്ച് റിലേറ്റീവ് ടു ദി അതർ എന്ന് പറഞ്ഞിട്ട് ±40 m/s എന്ന് കൊടുത്താൽ മതി. അതാണ് അതിൻ്റെ ആൻസർ. അനദർ വൺ. എ റെയിൽ കാർ മൂവ്സ് ഓവർ എ സ്ട്രെയിറ്റ് ലെവൽ ട്രാക്ക് വിത്ത് ആൻ ആക്സിലറേഷൻ A. A passenger in the car drops a stone. What is the acceleration of the stone with respect to the car and with respect to the earth? എർത്തിൽ നിൽക്കുന്ന വിത്ത് റെസ്പെക്ട് ടു ദി എർത്ത് എന്ന് പറയുമ്പോൾ ആ സ്റ്റോണിന് ഒരു ആക്സിലറേഷനേ ഉള്ളൂ, അത് ചെയ്യാം. കാരണം ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഒരാളിന് ഈ ട്രെയിനിൻ്റെ ആക്സിലറേഷൻ ഫീൽ ചെയ്യുന്നില്ലല്ലോ, അയാൾ ഗ്രൗണ്ടിൽ നിൽക്കുകയല്ലോ. അപ്പോൾ ഈ സ്റ്റോണിൻ്റെ ആക്സിലറേഷൻ ജിയാണ്. അപ്പോൾ ആക്സിലറേഷൻ ഓഫ് ദി സ്റ്റോൺ റിലേറ്റീവ് ടു ദി ഗ്രൗണ്ട് ഓർ എർത്ത് ഈസ് ജി, വെർട്ടിക്കലി ഡൗൺ. കാറിലിരിക്കുന്ന ഒരാളിന് ഈ 2 ആക്സിലറേഷനും ഉണ്ട്. റെയിൽ കാറിൻ്റെ ആക്സിലറേഷൻ ഹൊറിസോണ്ടലായിട്ട് എ, ഗ്രാവിറ്റി ആക്സിലറേഷൻ ജി താഴോട്ടുണ്ട്. അതിൻ്റെ റിസൾട്ടൻ്റാണ് ആ കല്ലിനുള്ളതായിട്ട് അയാൾക്ക് ഫീൽ ചെയ്യുക. ഇതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ എത്ര വരും? √(g²), രണ്ടും മ്യൂച്വലി പെർപെൻഡിക്കുലർ, √(g² + a²). അതാണ് റെയിൽ കാറിലിരിക്കുന്ന ആളിന് സ്റ്റോണിൻ്റെ ആക്സിലറേഷൻ. Thank you.